റോമർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായി പോകുന്നത്. ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമാക്കി 11-ന്റെ 22, 23 എന്നീ 2 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ. നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഓട്ടിക്കും. അവരെ വീണ്ടും ഓട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. നമ്മുടെ കർത്താവ് സ്നേഹമുള്ള അപ്പനാണ്. സ്തോത്രം. 103-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാം വാക്യത്തിൽ കഴിഞ്ഞയാഴ്ച നമ്മൾ ചിന്തിച്ചതാണ്. ആ വചനം ഇങ്ങനെയാണ് പറഞ്ഞത്: അപ്പന് തൻ്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നമ്മുടെ അപ്പൻ കരുണയുള്ള അപ്പനാണ്. സ്തോത്രം. സ്വർഗത്തിലുള്ള നമ്മുടെ കർത്താവ് കരുണയുള്ള ദൈവമാണ്, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഈ ലോകത്തിലുള്ള എല്ലാ മാനുഷിക ബന്ധങ്ങളെക്കാളും ഉപരിയായിട്ട് നമ്മെ സ്നേഹിക്കുന്ന അപ്പനാണ്. അപ്പൻ്റെ വീട്ടിൽ വസിച്ചാൽ ചില ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൻ്റെ വീട്ടിൽ വസിച്ചാൽ മേൽത്തരമായ ചില അവകാശങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഒരപ്പനാണെങ്കിൽ മക്കളെ സ്നേഹിക്കുകയും ചെയ്യും, മക്കളെ ശിക്ഷിക്കുകയും ചെയ്യും. ഒരു നല്ല അപ്പനാണെങ്കിൽ എന്ത് ചെയ്യും? മക്കളെ സ്നേഹിക്കും. സ്നേഹമുള്ള അപ്പനാണെങ്കിൽ മക്കളെ ശിക്ഷിക്കും. സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കിയാൽ, വാക്യം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, സദൃശ്യവാക്യം 23-ാം അധ്യായത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ മക്കളെ വടികൊണ്ടടിക്കണമെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മക്കളെ ബാലശിക്ഷയിൽ വളർത്തണമെന്നും പത്യോപദേശത്തിൽ വളർത്തണമെന്നും ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ എന്ത് ചെയ്യണം? അഭ്യസിപ്പിക്കണമെന്നും അവന് വടി കൊണ്ട് അടി കൊടുക്കണമെന്നും ഒക്കെ സദൃശ്യവാക്യത്തിനകത്ത് ശലോമോൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. സ്തോത്രം. നമ്മൾ വീടിനകത്ത് ആമേൻ ശിക്ഷിച്ചും സ്നേഹിച്ചും വളർത്തുന്ന മക്കൾ നാളെയും നമുക്കൊരു അനുഗ്രഹമായിരിക്കും. സ്തോത്രം. എന്നാൽ ശിക്ഷിക്കാതെ സ്നേഹം മാത്രം കൊടുത്ത് വളർത്തിയാൽ നാളെ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. 2 കാര്യങ്ങൾ നമ്മുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ വചനം പറയുന്നുണ്ട്. അവരെ സ്നേഹിക്കുകയും വേണം, അതോടൊപ്പം അവരെ ശാസിക്കുകയും വേണം. ഒരു നല്ല അപ്പൻ്റെ ഗുണമാണ് അപ്പൻ ശാസിക്കുന്നു, അതോടൊപ്പം തന്നെ അപ്പൻ സ്നേഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സജിത്ത് ഭാഷ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും തങ്കദാസ് ബ്രദറും പറഞ്ഞപ്പോൾ അവരുടെ പഴയ ജീവിതങ്ങളിൽ അനുഭവിച്ച ഒത്തിരി ദുരിതങ്ങൾ, ആമേൻ, കഷ്ടപ്പാടുകളൊക്കെ പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് മഹത്വം. ചിലർ ചിന്തിക്കുന്ന ഇങ്ങോട്ട് ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യേശുവിനെ ആരാധിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്, കഷ്ടതയൊന്നും വരത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. കർത്താവ് പഠിപ്പിച്ചത്, നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, യേശു നിങ്ങളെ കൂടെയുണ്ട്. സ്തോത്രം. അതാണ് നമ്മുടെ ധൈര്യം. കഷ്ടതയുണ്ട്, പക്ഷെ അതിൻ്റെ നടുവിലും യേശു നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. അടുത്തിരിക്കുന്നവർക്ക് കൈയെടുത്ത് പറഞ്ഞേ, കഷ്ടതയുണ്ട്, പക്ഷേ യേശു നമ്മുടെ കൂടെ. യെസ് ലോർഡ്. ദൈവത്തിന് മഹത്വം. അതല്ലേ നമ്മുടെ സന്തോഷം. ആമേൻ. ഇപ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം വന്നത്. കർത്താവിന് മഹത്വം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ഭാഗത്ത് പറയുന്നത്, ഒലിവു മരത്തെ ഉദാഹരണമായി വെച്ച് അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളുടെ ജീവിതത്തിലും യഹൂദന്മാരുടെ ജീവിതത്തിലും എന്താണ് ഭവിച്ചതെന്നാണ് ഈ ഭാഗങ്ങളിൽ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 13-ാമത്തെ വാക്യം: എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നു, ജാതികളുടെ അപ്പോസ്തലനായിരിക്കയാൽ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ലവിധേനയെ സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുകയാണ്. സ്തോത്രം. എനിക്ക് ദൈവം ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്, ഞാനൊരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ആ ശുശ്രൂഷയെ ഞാൻ പുകഴ്ത്തുകയാണ്. കാരണം എന്നാന്നറിയാമോ?
ആമേൻ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് യഹൂദ മതമനുസരിച്ച് ഒരു പരീശനായി മാറേണ്ട വ്യക്തിയാണ്. കാരണം ഗമാലിയേൽ എന്ന് പറയുന്ന അന്നത്തെ ന്യായപ്രമാണം പഠിച്ച ശാസ്ത്രിയുടെ കാൽക്കീഴിൽ ഇരുന്ന് തിരുവചനം അഭ്യസിച്ച വ്യക്തിയാണ് ആര്? പൗലോസ് എന്ന അപ്പോസ്തലൻ. അദ്ദേഹത്തിന് എത്രയും ആമേൻ ലളിതമായി യേശുവാണ് ദൈവമെന്ന് യഹൂദന്മാരുടെ ഇടയ്ക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റും. സ്തോത്രം. പക്ഷെ ദൈവം ഈ പൗലോസിനെ തെരഞ്ഞെടുത്തിട്ട് വിട്ടതാകട്ടെ യഹൂദന്മാരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാനല്ല, ജാതികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സ്തോത്രം. കർത്താവിന്റെ മഹത്വം. മക്കളെ, ജാതികളുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന അപ്പോസ്തലനാരാ? അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹമാണ് ജാതികളുടെ ഇടയിൽ അധികമായി ശക്തമായി പ്രയോജനപ്പെട്ടത്. പിന്നീട് മറ്റൊരു അപ്പോസ്തലൻ നമുക്ക് വചനത്തിൽ കാണാം. ഈ സുവിശേഷത്തിന് ജാതികളുടെ ഇടയിലേക്ക് തുടക്കം കുറിച്ച മറ്റൊരു അപ്പോസ്തലനുണ്ട്. ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം സ്പ്രെഡ് ചെയ്യാൻ തുടക്കം കുറിച്ച ഒരു അപ്പോസ്തലനുണ്ട്. ആരാന്നറിയാമോ? അനന്യാസ്. വരട്ടെ അഭിപ്രായങ്ങൾ. മറ്റൊരു കൊർന്നല്യോസ്. അടുത്ത് അഭിപ്രായങ്ങൾ വരട്ടെ. ആരാണ് ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം ആദ്യമായിട്ട് അറിയിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച അപ്പോസ്തലൻ? പത്രോസ്. യെസ്, അതാണ് കറക്റ്റ് ആൻസർ. ദൈവം അനുഗ്രഹിക്കട്ടെ. ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാൻ ദൈവം ആദ്യം ഉപയോഗിച്ചത് പത്രോസിനെയാണ്. സ്തോത്രം. തുടങ്ങിയത് എവിടാന്ന് ചോദിച്ചാൽ മർക്കോസിന്റെ മാളിക മുറിയിലാണ്. മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ നടുവിൽ വന്നു. അന്ന് ജാതികളിൽപ്പെട്ട അവിടെ കൂടിയിരുന്ന ഒത്തിരി പുരുഷാരെ വന്നുകൂടി ഇവിടെ എന്നാ സംഭവിക്കുന്നതെന്നറിയാൻ. അവരുടെ നടുവിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് സുവിശേഷം പ്രസംഗിച്ചു. ഒറ്റ പ്രസംഗത്തിൽ എത്ര എണ്ണം മാനസാന്തരപ്പെട്ടു? 3000 പേര്. സ്തോത്രം. പത്രോസ് തന്റെ ശുശ്രൂഷ അവിടെ നിന്ന് ആരംഭം കുറിക്കുകയാണ്. പത്രോസ് കുടുംബപരമായിട്ടൊരു യഹൂദനായ വ്യക്തിയാണ്. യഹൂദന്റെ പ്രത്യേകത ജാതികളുമായിട്ട് സമ്പർക്കം വെക്കത്തില്ല. ഈ യെരുശലേമിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പട്ടണമുണ്ട്, ശമരിയ എന്ന് പറയുന്ന ഒരു പട്ടണമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശമരിയക്കാരിയായ ഒരു സ്ത്രീയുടെ കഥ? ആമേൻ. സംഭവം നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. ശമരിയക്കാരി വെള്ളം കോരാൻ വന്ന കഥ അല്ലേ? ഒരു പാട്ട് തന്നെയുണ്ട്. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു, നാരീ ഒരു പാത്രം ദാഹജലം നീ എനിക്ക് നൽകൂ എന്നൊരു പാട്ട് തന്നെയുണ്ട് അതിനെ ബേസ് ചെയ്ത്. സ്തോത്രം. അപ്പൊ ഈ ശമരിയ എന്ന പട്ടണം യെരുശലേമിന്റെ തൊട്ടടുത്തുള്ള പട്ടണമാണ്. അതിന്റെ അപ്പുറത്തുള്ള പട്ടണമാണ് ഗലീല പട്ടണം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ശമരിയയിലെ ആളുകളുടെ പ്രത്യേകത, അവർ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ശമരിയക്കകത്ത്. അപ്പൊ ഈ നല്ല യഹൂദന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ യഹൂദന്മാര്, പ്യുവർ യഹൂദന്മാര് ശമരിയരുമായിട്ട് സമ്പർക്കത്തിന് എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. അവരോട് സംസാരിക്കത്തില്ല. ഒരു പാത്രം വെള്ളം പോലും എന്ത് ചെയ്യത്തില്ല? മായി കുടിക്കത്തില്ല. സ്തോത്രം. അപ്പൊ ഈ ഗലീലയിൽ കിടക്കുന്ന ഒരു യഹൂദന് യെരുശലേമിൽ വരണമെങ്കിൽ അവന് ഏറ്റവും എളുപ്പമുള്ള വഴി ഏതെന്ന് ചോദിച്ചാൽ ശമരിയക്കകത്തൂടെ നടന്ന് എവിടെ എത്തണം? യെരുശലേമിൽ വരണം. സ്തോത്രം. എന്നാൽ ഈ യഹൂദനാകട്ടെ ഈ ജാതികളുടെ ഇടയിൽ കയറാൻ മടിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ? അതിനെ ചുറ്റിക്കറങ്ങി മറ്റ് ദേശത്ത് കൂടെ കറങ്ങിയാണ് ഒരു ദിവസത്തെ വഴിദൂരം വരേണ്ടതിന് 2-4 ദിവസത്തെ വഴിദൂരം കറങ്ങിയാണ് അവരെവിടെ വന്നുകൊണ്ടിരുന്നതെന്നറിയാമോ? യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കണ്ണെടുത്ത ഈ ശമരിയക്കാരെ എന്ത് ചെയ്തുകൂടാ? കണ്ടുകൂടാ. സ്തോത്രം. അതാണ് യഹൂദന്റെ ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞത്. സ്തോത്രം. അങ്ങനെ ഒരു യഹൂദനാണ് പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ. സ്തോത്രം. ദൈവം ഉപയോഗിച്ചതൊക്കെ ശരി തന്നെ, പത്രോസിന്റെ ഉള്ളിനകത്തും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പത്രോസ് ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു ദർശനം അവന് കൊടുത്തു. പത്രോസ് ഇങ്ങോട്ട് നോക്കി മക്കളെ. പത്രോസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സ്തോത്രം. പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ദർശനം കൊടുത്തു. എന്താണെന്നറിയാം? ഒരു തുപ്പട്ടി എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. തുപ്പട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ഒരു പാത്രം ഇങ്ങനെ ഇറങ്ങി വന്നു. ഒരു പാത്രത്തിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നറിയാമോ? പന്നിയും ആമേൻ അശുദ്ധമായ എന്ന് പറഞ്ഞാൽ യഹൂദൻ കഴിക്കാത്ത സകല ജീവികളും ഈ പാത്രത്തിനകത്തുണ്ട്.
ഇറങ്ങി വന്നിട്ടൊരു ശബ്ദവും ഉണ്ടായി. ഈ കാണുന്നതെല്ലാം അറുത്തെന്ത് ചെയ്യാൻ പറഞ്ഞു? കഴിക്കാൻ പറഞ്ഞു, തിന്നാൻ പറഞ്ഞു. പത്രോസ് നോക്കിയപ്പോൾ തനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. പത്രോസ് ആ ശബ്ദം കേട്ടെടുത്തേക്ക് നോക്കി പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാനൊരു യഹൂദനാണ്, ഈ കാണുന്ന സാധനങ്ങളൊന്നും ഞാൻ എന്ത് ചെയ്യത്തില്ല, കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. എനിക്ക് വേണ്ട, ഇത് എനിക്ക് വിശുദ്ധമല്ല, എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഇതിനെ ഒന്നും ഞാൻ എന്ത് ചെയ്യത്തില്ല, കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവത്തിൻ്റെ ശബ്ദവും ഉണ്ടായി, ഞാൻ ഇതിനെ വിശുദ്ധീകരിച്ചിരിക്കുന്നു, നീ അതിനെ അറുത്ത് കഴിക്കണം. ആ സ്വപ്നം, ആ ദർശനത്തിൽ നിന്ന് അദ്ദേഹം ഞെട്ടി എഴുന്നേറ്റു. എന്താണ് കണ്ടതെന്ന് പുള്ളിക്ക് അർത്ഥം മനസ്സിലായില്ല. പുള്ളി അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പുള്ളിയുടെ വീട്ടിൻ്റെ വാതിലിൽ പത്രോസ് പാസ്റ്റർ ഉണ്ടോ? ശ്രോത്രം. ആരോ വന്ന് താഴെ വിളിക്കുകയാണ്, പത്രോസ് പാസ്റ്റർ ഉണ്ട്. ആരാ? ഞങ്ങൾ ഇന്ന ദേശത്തുനിന്ന് വരുക. ആമേൻ. കൈസരിയിലുള്ള ഇത്താലിക്ക് എന്ന പട്ടണത്തിൽ നിന്ന് ഞങ്ങൾ വരുവാണ്. ആരുടെ വീട്ടിൽ നിന്നാണ് വരുന്നേ? കൊർന്നല്യോസ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യന്റെ ഭവനത്തിൽ നിന്നാണ് ഇവർ വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ജാതിയിൽപ്പെട്ടൊരു മനുഷ്യനായിരുന്നു കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പൊ പത്രോസിന് കണ്ട ദർശനത്തിന്റെ പൊരുള് പിടികിട്ടി, ഇത് ദൈവമായിട്ട് ഇവരെ എൻ്റെ വീട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. പത്രോസിന് തൻ്റെ ദർശനത്തിന് കൺഫർമേഷൻ കിട്ടി. പത്രോസ് എഴുന്നേറ്റു അവരുടെ കൂടെ ചെന്നു. അവിടെ ചെന്നിട്ട് നമുക്കറിയാം, ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ അയൽക്കാരെയും സ്നേഹിതരെയും എല്ലാം വിളിച്ചു കൂട്ടി. ഇതുപോലൊരു മീറ്റിംഗ് ആയിട്ട് ഇങ്ങനെ അവർ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പാസ്റ്റർ വരുന്നതിന് മുമ്പ് കൂടിയിരിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. നേരത്തെ വന്നിരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ സ്നേഹിതരെ എല്ലാം വിളിച്ചുകൂട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രോസ് വന്ന് അവരുടെ നടുവിൽ നിന്ന് ദൈവവചനം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. എവിടെ വന്നതുപോലെ ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് മർക്കോസിന്റെ മാളിക മുറിയിൽ യഹൂദന്മാർ ഒന്നിച്ചു കൂടിയിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്നത്. എന്നാൽ ഇതാ ഒരു ജാതിയിൽപ്പെട്ടവന്റെ വീട്ടിൽ നടക്കുന്ന മീറ്റിങ്ങിനകത്ത് ജാതിയിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവിടെ ഇരുന്ന എല്ലാവരുടെ മേലും വന്നിട്ട് അവർ അന്യ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ ജാതികളുടെ ഇടയിൽ സുവിശേഷം സ്റ്റാർട്ട് ചെയ്തത് പത്രോസിലൂടെയാണ്. കർത്താവിന്റെ മഹത്വം. നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് പോലും സഭയെ ഉപദ്രവിക്കാൻ വേണ്ടി ഇറങ്ങിയ മനുഷ്യനാണ്, അല്ലേ? സഭയെ ഉപദ്രവിക്കാൻ ഇറങ്ങിയ മനുഷ്യനാണ്. സഭയെ ഉപദ്രവിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്ന സമയത്താണ് കർത്താവ് അവനെ തൊട്ടത്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. കർത്താവിന് മഹത്വം. അങ്ങനെ എന്നാൽ ജാതികളുടെ ഇടയിൽ പിന്നത്തേതിൽ ശക്തമായി കർത്താവ് പൗലോസിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉപയോഗിക്കാൻ തുടങ്ങി. പത്രോസിനെ യഹൂദന്മാരുടെ ഇടയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉപയോഗിക്കാൻ തുടങ്ങി. ദൈവത്തിന് മഹത്വം. സ്തോത്രം. കർത്താവിന് മഹത്വം. പൗലോസ് പറയുകയാണ്, എനിക്ക് യഹൂദന്മാരോട് സംസാരിക്കാൻ കഴിവുണ്ട്. കാരണം എനിക്ക് ന്യായപ്രമാണം എന്താണെന്ന് അറിയാം, എനിക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അതിൽ PhD എടുത്തയാളാണ് ഞാൻ. പരീശന്മാരുടെ നടുവിൽ യേശു സംസാരിച്ചതുപോലെ പ്രാഗൽഭ്യത്തോടെ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് കഴിവുണ്ട്. പക്ഷെ പൗലോസിനെ ദൈവം വിട്ടതെങ്ങോട്ടാ? നീ ഒന്നും അറിയാത്ത ജാതികളുടെ ഇടയിലേക്ക് പോകണം. സ്തോത്രം. പൗലോസിനെ അപ്പോസ്തലനായി കർത്താവ് അഭിഷേകം ചെയ്തപ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ വലിയൊരു സുവിശേഷകന്റെ ആത്മാവിനെ ദൈവം കൈമാറി. ദൈവം ആരെന്നറിയാത്ത ഇടങ്ങളിൽ, ഞാനിവിടെ വൈകുന്നേരം എല്ലാ ഞായറാഴ്ചയും കടന്നു വരുമ്പം ഇങ്ങനെ വിരിച്ചൊരുക്കിയ ഒരു സെറ്റപ്പ് എനിക്കിവിടെ ദൈവം ഒരുക്കി തന്നിട്ടുണ്ടല്ലേ? സ്തോത്രം. നമ്മൾ വന്നാണ് പ്രാർത്ഥിച്ച് ഇത്രയൊക്കെ ആയതെങ്കിലും ഇപ്പൊ ദൈവം ഇത്രയൊക്കെ തന്നു, അല്ലേ? അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ടീമിനെ ദൈവം തന്നു. കീബോർഡ് വായിക്കുന്നവർ, ലീഡ് ചെയ്യാനുള്ളവർ, വർഷിപ്പ് ചെയ്യുന്ന സഹോദരങ്ങൾ, കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനങ്ങൾ, ഇത്രയും പേരെയൊക്കെ ദൈവം നൽകി തന്നു, അല്ലേ? നൽകി തന്നു. പക്ഷെ ഇതിൻ്റെ തുടക്കം എവിടെയായിരുന്നു? തുടക്കം എവിടെയായിരുന്നു?
ശൂന്യതയിലായിരുന്നു. ഇതുപോലെ പൗലോസ് തൻ്റെ സുവിശേഷ വേലയുടെ ആരംഭം കുറിക്കുന്നത് ശൂന്യതയുടെ അകത്താണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ ശൂന്യതയുടെ അകത്ത് കാൽ വെച്ച പൗലോസ് കൃത്യമായി ദൈവ സാന്നിധ്യത്തിന്, ദൈവിക ഗൈഡൻസിനനുസരിച്ച് ചലിച്ചതുകൊണ്ട് പുതിയ നിയമത്തിൽ കാണുന്ന ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതാൻ, ലേഖനങ്ങൾ എഴുതാൻ, പുതിയ നിയമത്തിൽ പണ്ഡിതന്മാർ, വേദപണ്ഡിതന്മാർ പറയുന്നത് യേശുക്രിസ്തു കഴിഞ്ഞാൽ സഭയുടെ രണ്ടാമത്തെ ഫൗണ്ടർ എന്ന് വേണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് പറയാമെന്നാണ്. അത്രമാത്രം തൻ്റെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തനിക്കുള്ള സാധ്യതകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അടുത്ത രാജ്യങ്ങളിലേക്ക് ചെന്ന് കഷ്ടത നോക്കാതെ, പട്ടിണി നോക്കാതെ, ഉപദ്രവം നോക്കാതെ സുവിശേഷം അറിയിക്കാൻ നിന്ന വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ജനിക്കപ്പെട്ട, എൻ്റെ സ്വന്ത ദേശത്ത് പിറക്കപ്പെട്ട, എൻ്റെ ജാതിയായിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഈ ക്രിസ്തുവിനെ അറിയാൻ പറ്റാതെ അവർ വീണ് കിടക്കുന്നല്ലോ. ദൈവത്തിൻ്റെ മഹത്വം, സ്തോത്രം. അദ്ദേഹം ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. തൻ്റെ ജാതിയിൽ നിന്ന് അനേകർ യേശുവിനെ എന്ത് ചെയ്യണം? അറിയണം. പക്ഷെ എന്നെ ദൈവം അയച്ചേക്കുന്നത് എവിടെ? ജാതികളുടെ ഇടയിലേക്കാണ്, അല്ലേ? സ്വന്തം ജനത്തിൽ നിന്ന് ഒത്തിരി പേര് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ദൈവം പറയുക, നീ ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം അറിയിക്കാൻ പോണം. ഇന്ന് ബൈബിൾ കോളേജ് പഠിച്ചിറങ്ങുന്ന എല്ലാ സുവിശേഷകന്മാർക്കും അപ്പോസ്തലനായ പൗലോസ് ഒരു വെല്ലുവിളിയാണ്. ബൈബിൾ കോളേജ് പഠിച്ചിറങ്ങിയ ഉടനെ ഇപ്പോഴത്തെ സുവിശേഷകന്മാർ ചിന്തിക്കുന്നത് ഏത് സെന്റർ പാസ്റ്ററിനെ ചാക്കിനകത്തിട്ട് ഒരു സഭ എനിക്ക് ഒപ്പിക്കാമെന്നാണ്. സ്തോത്രം, ദൈവത്തിന് മഹത്വം. സുവിശേഷ വേല സഭയ്ക്കകത്തല്ല, സുവിശേഷ വേല വയലിനകത്താണ്. കർത്താവിന് മഹത്വം. യേശുക്രിസ്തു പറഞ്ഞു, ആമേൻ, കൊയ്ത്തധികമുണ്ട്, വേലക്കാരോ ചുരുക്കം. കർത്താവിന് മഹത്വം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ കുടുംബത്തിനകത്ത് സുവിശേഷം അറിയാതെ അനേകരുണ്ടല്ലോ. നമ്മുടെ ചുറ്റുവട്ട് സുവിശേഷം അറിയാതെ അനേകരുണ്ടല്ലോ. അവരുടെ അടുക്കലേക്ക് ആര് വരുമെന്ന് പറഞ്ഞാ ഇരിക്കുന്നേ? റെയ്നാട് ബോങ്കെ അങ്ങ് പ്ലെയിൻ പിടിച്ച് വന്ന് സുവിശേഷം പറയുമെന്നാണോ? അതോ ബെന്നീഹിൻ വരാൻ വേണ്ടി കാത്തിരിക്കുവാണോ? നിന്നെ ദൈവം അതിനു വേണ്ടിയിട്ടാണ് എഴുന്നേപ്പിച്ചിരിക്കുന്നേ. നിന്നെ ദൈവം അതിനു വേണ്ടിയിട്ടാണ് എഴുന്നേപ്പിച്ചിരിക്കുന്നേ. നിന്റെ കുടുംബത്തിനകത്ത് നിന്നെ അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് എഴുന്നേപ്പിച്ചിരിക്കുന്നേ. പൗലോസിനെ കണ്ടു പഠിക്ക്. അഭിഷേകമുള്ളവൻ ഇറങ്ങിപ്പോയെടുത്തെല്ലാം അവൻ വാ തുറന്നാൽ യേശുവിനെ കുറിച്ചേ പറയാനുള്ളൂ. ആര് കേട്ടു കേട്ടില്ല എന്നുള്ളതല്ല, നീ യേശുവിനെ കുറിച്ച് പറഞ്ഞോ. നീ ഈ സന്തോഷം മറ്റുള്ളവരോട് പങ്കുവെച്ചോ. ഹല്ലേലൂയ. നിന്റെ വീടിനകത്തൊരു മീറ്റിംഗ് എങ്കിലും വെച്ചോ. സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം. നമ്മളെപ്പോലെയുള്ള ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ പൗലോസിൻ്റെ ജീവിതം ഒത്തിരി എന്നെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. സ്തോത്രം. ഈ പൗലോസിൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ വായിച്ചതിന് ശേഷമാണ് ഞാനൊരു തീരുമാനമെടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു സെൻട്രൽ പാസ്റ്ററേയും പുറകെ ഞാൻ പോവില്ല. എന്തിന്? സഭ തരുവോ? പൗലോസിൻ്റെ ജീവിതമാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. എവിടെ ശൂന്യതയുണ്ടോ അതിൻ്റെ നടുവിൽ ചെന്ന് നിന്നിട്ട് നീ അവിടെ ഒരു സഭയായി മാറണം. സ്വോത്രം. ദൈവത്തിൻ്റെ മഹത്വം. പൗലോസിനെ പോലെ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യവും കൂടെ ഉണ്ട്. പൗലോസ് എല്ലാ കാലത്തും ഒരു സഭയ്ക്കകത്തിരിക്കുമെന്ന് നിങ്ങളും ചിന്തിക്കരുത്. എന്നെ ദൈവം ഇവിടുത്തെ വേല അതിൻ്റെ ഒരു പരുവത്തിലെത്തിക്കഴിയുമ്പോൾ കർത്താവ് ചിലപ്പോൾ എന്നെ എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? കൊണ്ടുപോകും. നമ്മളിപ്പോൾ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു യോഗം കൂടെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തുടങ്ങണം. നിങ്ങൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട്? സ്വോത്രം. ദൈവത്തിൻ്റെ മഹത്വം. കുന്നത്തുകാലും മേരിയാങ്കോടുള്ളവർ മാത്രം സുവിശേഷം കേട്ടാൽ മതിയോ? അല്ല. ആമേൻ. ഈ ചുറ്റുവട്ടത്ത് തന്നെ എത്രയോ സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിപ്പെടാത്ത, അല്ലെങ്കിൽ സുവിശേഷം കേട്ടിട്ടും ഇന്നും വിശ്വസിക്കാത്ത ആരൊക്കെയോ ഇല്ലേ? അവരുടെ അടുക്കൽ കൂടെ ഈ സുവിശേഷം പറയാൻ നമ്മളെയൊക്കെ കർത്താവ് അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് സഭ എവിടെ ഉണ്ടെന്ന്
അന്വേഷിച്ച് പോകരുത്. നമ്മൾ പോകുന്നിട ഒരു സഭയായി മാറണം. വിശ്വാസത്താൽ പ്രവർത്തിക്കാൻ തയ്യാറാകണം. വിശ്വാസത്താൽ നിൽക്കാൻ തയ്യാറായാൽ, ദൈവം കൂടെ നിന്നാൽ അതിന് പ്രതിഫലം കർത്താവ് അധികമായി തരും. കർത്താവിന് മഹത്വം, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാൻ എൻ്റെ സുവിശേഷ പ്രവർത്തന നിമിത്തം, എൻ്റെ ശുശ്രൂഷ നിമിത്തം, എൻ്റെ ശുശ്രൂഷയെ ഞാൻ പുകഴ്ത്തുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്നാണെന്നറിയാമോ? എന്നാൽ ജാതികളായ നിങ്ങളോട് അപ്പൊ എന്റെ ശുശ്രൂഷയെ ഞാൻ പുകഴ്ത്തുന്നു. എന്തിനാണെന്നറിയാമോ? പൗലോസ് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ജാതികളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നല്ലോ, നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, വീര്യപ്രവർത്തികൾ ചെയ്യുന്നു, നിങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നു, അന്യഭാഷ പ്രാപിക്കുന്നു, ദൈവം നിങ്ങളുടെ നടുവിൽ ഉണ്ടെന്ന് ഈ വാർത്ത എവിടെ കേൾക്കുമെന്നറിയാമോ? യെരുശലേമിൽ എന്ത് ചെയ്യും? ഈ വാർത്ത എത്തും. ജാതികളുടെ ഇടയിൽ ദൈവപ്രവൃത്തി നടക്കുന്നത് യഹൂദന്മാരറിയും. അപ്പൊ അവരുടെ ഉള്ളിനകത്ത് ഒരു സ്പർദ്ധ ജനിക്കണം. അവരുടെ ഉള്ളിൽ അവർക്ക് തോന്നണം, അയ്യോ ഞങ്ങളുടെ ദൈവമായിരുന്നല്ലോ, ഇതൊക്കെ ഞങ്ങളുടെ ഇടയിലായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോൾ ജാതികളുടെ ഇടയിൽ ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നു. ഞങ്ങളുടെ ദൈവത്തിന് ആരോട് പ്രസാദം തോന്നി? ജാതികളോട് പ്രസാദം തോന്നിയല്ലോ എന്ന് പറഞ്ഞ് വല്ല വിധേനയും അവർക്ക് സ്പർദ്ധ ജനിച്ച് ചിലരെങ്കിലും രക്ഷിക്കപ്പെടുമെന്ന് വെച്ച് ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ജാതികളുടെ ഇടയിൽ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ജാതികളോട് മാത്രമല്ല, തൻ്റെ സ്വജാതിയിൽ നിന്നും സ്വന്തം ജനത്തിൽ നിന്നും അനേകർ രക്ഷിക്കപ്പെടണമെന്ന് അധികമായ വാഞ്ച അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. സ്തോത്രം. അവിടെ നിന്ന് താഴോട്ട് നമ്മൾ വരുമ്പോൾ കാണുന്നതാണ് ഒലിവ് മരത്തിൻ്റെ ഒരു ഉദാഹരണമെടുത്ത് അപ്പോസ്തലനായ പൗലോസ് ജനത്തെ പഠിപ്പിക്കുന്നത്. ഒലിവ് മരത്തിൻ്റെ ഒരു ഉദാഹരണം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. കർത്താവിന് മഹത്വം. ഒന്ന് വായിക്കാമോ? 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കൊമ്പുകളിൽ ചിലതിനെ ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. സ്തോത്രം. ഒരു ഒലിവ് വൃക്ഷത്തോട് സഭയെ ഉപമിക്കുകയാണ്. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ഈ മരത്തിൽ നിന്ന് ചില കൊമ്പുകളെ ദൈവം എന്ത് ചെയ്തു? ഒടിച്ചു. സ്തോത്രം. ഇത് നല്ലൊരു ഒലിവ് വൃക്ഷമാണ്. സ്തോത്രം. ഒലിവെന്ന് പറയുന്ന വൃക്ഷത്തിന് ബൈബിളിൽ ഒത്തിരി പ്രാധാന്യത കൊടുത്തിട്ടുണ്ട്. ഈ ഒലിവ് വൃക്ഷത്തിൻ്റെ എണ്ണയാണ് ദൈവാലയത്തിനകത്ത് വിളക്കുകൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നിലവിളക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി കത്തിക്കാൻ എടുക്കുന്ന എണ്ണ ഈ ഒലിവ് വൃക്ഷത്തിൻ്റെ എണ്ണയാണ്. അപ്പൊ അത്രമാത്രം പ്രാതിനിധ്യവും വിലപിടിപ്പുമുള്ള ഒരു മരത്തെയാണ് ഉദാഹരണമായി എടുത്ത് പറയുന്നത്. ഈ ഒലിവ് എവിടെ നിൽക്കുക? നാട്ടിൽ നിൽക്കുക. നാട്ടിൽ നിൽക്കുന്ന ഫലപ്രദമായ നല്ല ഒലിവ. പക്ഷെ ദൈവം ഇതിൽ നിന്ന് സ്വാഭാവികമായ ഗുണമുള്ള കൊമ്പുകൾ എന്ത് ചെയ്ത് കളഞ്ഞു? ഒടിച്ചിട്ട് കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാട്ടൊലിവ്, ഇംഗ്ലീഷിൽ പറയുന്ന വൈൽഡ് ഒലിവ് എന്ന, സ്തോത്രം, ഗുണമില്ലാത്ത ചിലതിനെ സ്തോത്രം കൊണ്ടുവന്നു അതിനെ എന്ത് ചെയ്തെന്നറിയാമോ? ഈ കൊമ്പുകളോട് ചേർത്ത് വെച്ച് ഒട്ടിച്ചു ചേർത്തു. സ്തോത്രം. ആമേൻ. നമ്മൾ കാർഷികപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ബഡ്ഡിങ് ചെയ്യുന്ന, ടീച്ചർ ഉള്ളത് കൊണ്ട് ടീച്ചറിനറിയാം, ബഡ്ഡിങ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രവൃത്തിയുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ റോസ, ചെമ്പരുത്തി, ഇതിലൊക്കെ നമ്മൾ ബഡ് ചെയ്യാറുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോയ മാവ്, പ്ലാവ് തുടങ്ങി ഫലഭൂയിഷ്ടമായ എല്ലാ സാധനങ്ങളും ഇവരെന്ത് ചെയ്യുമെന്നറിയാം? ബഡ്ഡിങ് ചെയ്യും. മക്കളെ, ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ഒട്ടിച്ച് ചേർക്കും. സ്തോത്രം. സ്വാഭാവികമായ കൊമ്പിനെ ഒടിച്ചു കളഞ്ഞിട്ട്, സാധാരണ ബഡ്ഡിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? ഒരു പ്ലാവിൻ്റെ തൈ എടുത്താൽ അല്ലെങ്കിൽ ഒരു മാവിൻ്റെ തൈ എടുത്താൽ അതിൻ്റെ കൊമ്പിനെ ഒടിച്ചിട്ട്, അതിൻ്റെ വേരിനെ നിർത്തി അതിൻ്റെ കൊമ്പിൽ നിന്ന് ഒടിച്ചിട്ട് അവിടെ ഇതിനേക്കാളും മുന്തിയ ഇനം, അല്ലേ, ഇതിനേക്കാളും നല്ല ഫലം വരുന്ന ഒരു കൊമ്പിനെ എന്ത് ചെയ്യുന്നു? ചേർത്ത് വെച്ച്
ഒട്ടിക്കുന്നതിനെയാണ് നമ്മൾ ബഡ്ഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് പൂക്കും, കായ്ക്കും, ഫലം തരും അല്ലേ? ഈ ഫലം തരുന്നത് വേരിന്റെ ഫലമായിരിക്കുമോ അതോ ഈ കൊമ്പിന്റെ ഫലമായിരിക്കുമോ തരുന്നേ? ഈ കൊമ്പിനെ ഒട്ടിച്ചു വെച്ചത് എന്തിനാ? വെറൈറ്റി ആയിട്ടുള്ളത് വരാൻ. ചില ചെമ്പരത്തി റോസയിലൊക്കെ കണ്ടിട്ടില്ലേ, വിവിധ കളറുള്ള സാധനങ്ങൾ ഓരോ ചെത്തി എന്ത് ചെയ്യും? ഒട്ടിച്ച്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പൂക്കുമ്പോൾ ഒരു കൊമ്പിൽ നിന്ന് വേറെ കളറ്, ഇപ്പുറത്ത് ചുവപ്പാണെങ്കിൽ ഇപ്പുറത്ത് വെള്ള, ഇപ്പുറത്ത് മഞ്ഞ, ഇങ്ങനെയൊക്കെ ബഡ്ഡിങ് ചെയ്ത് ഒട്ടിക്കാറുണ്ട്. പക്ഷെ ഈ ബഡ്ഡിങ് ചെയ്ത് ഒട്ടിക്കുമ്പോൾ പുറത്ത് വരുന്നത് ഈ കൊമ്പിന്റെ സ്വഭാവമാണ് എന്ത് ചെയ്യുന്നത്? പുറത്ത് വരുന്നത്. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്ന ഒരു ബഡ്ഡിങ് ഉണ്ട്. ആ ബഡ്ഡിങ് ശ്രദ്ധിച്ചു പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ ബഡ്ഡിങ്ങിൽ പറയുകയാണ്, യോഗ്യതയുള്ള സ്വഭാവ ഗുണമുള്ളതിനെയാണ് എന്ത് ചെയ്ത് വെട്ടി മാറ്റിയത്. എന്നിട്ട് ഒരു ഗുണവും ഇല്ലാത്തതിനെ പിടിച്ച് എന്ത് ചെയ്ത്? ഒട്ടിച്ച് വെച്ചു. നമ്മളെ പറഞ്ഞിരിക്കുന്ന കാട്ടൊലിവ് എന്നാ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കറക്റ്റ് പേരാ, കാട്ട് ഒലിവ്. സ്തോത്രം. നമ്മളെ തന്നെ കുന്നത്തുകാല് മേരിയാങ്കോടിരിക്കുന്ന നിന്നെയും എന്നെയും പറഞ്ഞിരിക്കുന്ന പേരാണ് കാട്ടൊലിവ്. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം അല്ലേ? ചില സമയത്ത് നമ്മുടെ സ്വഭാവം കാണുമ്പോഴേ നമുക്കറിയാം കാട്ടൊലിവ് തന്നെയാണ്, കാട്ടൊലിവ്. സ്തോത്രം. ഈ കാട്ടൊലിവിനെ എന്ത് ചെയ്തു? എടുത്ത് നല്ല ഒലിവിനോടുകൂടെ ചേർത്ത് ഒട്ടിച്ച് വെച്ചേക്കുക. സ്തോത്രം. ആമേൻ. നമ്മുടെ സ്വഭാവം കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുകയാണ്, അവിടെ ഇരുന്നോണ്ട് കൊമ്പിനെ കുറിച്ച് പ്രശംസിക്കരുത്. എന്ത് ചെയ്യരുത്? സ്തോത്രം. അങ്ങനെയാണ്. ഒന്നുമില്ലാതെ ഇരുന്നെടുത്തുനിന്ന് ദൈവം എടുത്ത് എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര പ്രശംസയാണ്, പ്രശംസ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, ഈ സുവിശേഷം എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെ അവസ്ഥകൾ മാറിയിട്ടുണ്ട്. ഈ സുവിശേഷം ഏതൊക്കെ കുടുംബങ്ങൾക്കകത്തേക്ക് കയറി ചെന്നിട്ടുണ്ടോ അവിടെ കുടുംബങ്ങളുടെ സ്ഥിതികൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെ രാജ്യങ്ങൾക്കകത്തേക്ക് സുവിശേഷം കടന്നു ചെന്നിട്ടുണ്ടോ ആ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾക്ക് സുവിശേഷം മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസം, ഇന്ത്യയുടെ വിദ്യാഭ്യാസം ഇത്രയും ഉയർച്ചയിലെത്തേണ്ട കാരണമാരാ? ക്രിസ്ത്യൻ മിഷണറിമാര് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതുകൊണ്ടാണ്. സാമൂഹ്യ ശാസ്ത്രവും ജോഗ്രഫിയും ഒക്കെ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർക്കറിയാം, രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന ഒരു മഹൻ വ്യക്തി എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലേ? സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്ത വ്യക്തികളിൽ ഒരാളായിരുന്നു രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു അനാചാരത്തിന് എതിരെ അദ്ദേഹം നിന്നിട്ടുണ്ട്. ആർക്ക് പറയാം എന്താണ് അനാചാരം? സതി. സ്തോത്രം. സതി എന്ന് പറയുന്ന ഒരു അനാചാരം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എന്തുവാ സതി എന്ന് പറഞ്ഞാൽ? മക്കളെ, സതി എന്ന് പറഞ്ഞാൽ എന്തോ മോനെ? നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം കൂടെ പറയുന്നത്. സതി എന്ന് പറയുന്ന ഒരു അനാചാരം പണ്ട് നിലനിന്നിരുന്നു. എന്തുവാണെന്നറിയാമോ? ഒരു വീട്ടിൽ ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭർത്താവിനെ ദഹിപ്പിക്കുന്ന ചിതയ്ക്കകത്ത് ജീവനോടിരിക്കുന്ന ഭാര്യ എന്ത് ചെയ്യും? തള്ളിയിടും. അവളെയും കൂടെ അവിടെ വെച്ച് എന്ത് ചെയ്യണം? കൊല്ലണം. സ്തോത്രം. എത്ര നല്ല ആചാരം അല്ലേ? സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഭർത്താവിന് 25 വയസ്സാണെങ്കിൽ ഭാര്യയ്ക്ക് 23 or 20 വയസ്സായിരിക്കും അല്ലേ? ഒരു 5 വയസ്സ്, 4 വയസ്സ്, 3 വയസ്സ്, ഇത്രയൊക്കെയുള്ള വ്യത്യാസം ഭാര്യയും ഭർത്താവും തമ്മിൽ. പക്ഷെ എന്നാൽ അന്നത്തെ കാലത്തിൽ കല്യാണം കഴിക്കുമ്പോൾ 85 വയസ്സുള്ള അപ്പച്ചനായിരിക്കും ഭർത്താവ്, 18 വയസ്സുള്ള പെൺകുട്ടിയായിരിക്കും ഭാര്യ. സ്തോത്രം. അന്നത്തെ അനാചാരമാണ്. ഈ ഇടയ്ക്ക് ഞാൻ ഏതോ ഒരു വാർത്താ മാധ്യമത്തിൽ കണ്ടു, സ്വന്തം മകളെ അടുത്ത വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ താല്പര്യമില്ലാതെ സ്വന്തം അപ്പൻ സ്വന്തം മകളെ കല്യാണം കഴിച്ചു. വടക്കേ ഇന്ത്യയിൽ നടന്ന സംഭവം. ചില വാർത്താ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തു. സ്വന്തം മകളെ കല്യാണം കഴിച്ച് കൊടുക്കാൻ മനസ്സില്ല. അപ്പന് മകളോട് ഭയങ്കര സ്നേഹമൊന്ന്. അടുത്തൊരു വീട്ടിലോട്ട് എൻ്റെ മോളെ എന്ത് ചെയ്യൂല, ഞാൻ കെട്ടിച്ചു കൊടുക്കൂല, അതുകൊണ്ട് ഞാൻ അവളെ തന്നെ എന്ത് ചെയ്യും,
കല്യാണം കഴിച്ച് എൻ്റെ കൂടെ നിർത്തുമെന്ന്. ഞാൻ വെറുതെ പറയുന്ന കാര്യമില്ല. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ നോക്കി, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണം നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. സ്തോത്രം. ഇതിനൊക്കെ മാറ്റം വന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ സുവിശേഷം ഈ കേരളത്തിലോട്ടും ഇന്ത്യയിലോട്ടും വന്നതുകൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. സുവിശേഷം എവിടെയൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുവിശേഷം എവിടെയൊക്കെ കടന്നു ചെന്നിട്ടുണ്ടോ അവിടെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പകലിൽ ഈ സുവിശേഷത്തിന്റെ വക്താക്കൾ എന്ന് പറയുവാൻ തലകുനിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഈ സുവിശേഷത്തെ പ്രസംഗിക്കുന്നവരെന്ന രീതിയിൽ ഇന്ന് വൈകുന്നേരം ഈ ഹാളിനകത്തിരിക്കുമ്പോഴും പറയണം, യേശുവിന്റെ മകനെന്ന് മകളെന്ന് പറയുവാൻ എനിക്ക് ഒരു ലജ്ജയുമില്ല, എനിക്ക് അഭിമാനമുണ്ട്. അപ്പൊ ഇന്ത്യക്കകത്തുണ്ടായിരുന്ന ഈ സതി എന്ന് പറയുന്ന അനാചാരത്തിൽ നിന്ന് ആമേൻ ഇന്ത്യയെ രക്ഷിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ കടന്നുവരവാണ്. ചുരുക്കി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ആമേൻ, നമ്മെ കാട്ടൊലിവായിരുന്ന നമ്മെ, ഒരു യോഗ്യതയും ഇല്ലായിരുന്ന നമ്മെ അവിടുന്ന് ചെത്തി എടുത്തുകൊണ്ട് വന്ന് നാട്ടൊലിവിനോടുകൂടെ ചേർത്തൊട്ടിച്ച ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകലിൽ പ്രശംസിക്കുന്നെങ്കിൽ എൻ്റെ കഴിവാണെന്ന് പറയരുത്, എൻ്റെ മേൽ പകർന്നൊരു വലിയ ദൈവകൃപയാണെന്ന് പറയണം. സ്തോത്രം. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് പറയുക, പറഞ്ഞു പുകഴാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബ മഹിമയോ ശ്രേഷ്ഠതയോ പ്രവൃത്തികളോ പദവികളോ ഒന്നും പറയാനില്ല പ്രിയപ്പെട്ടവരെ. ഇന്നും പറഞ്ഞു പുകഴുവാൻ ഒന്നു മാത്രമേ ഉള്ളൂ, എന്നെ നിർത്തിയ യേശു അപ്പച്ചന്റെ മഹാകൃപ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒട്ടിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നത് നല്ല ഒലിവിനോടാണ്. സ്തോത്രം. നല്ല ഒലിവിനോട് ചേർത്ത്, യേശു ക്രിസ്തുവിനോട് ചേർത്ത് നമ്മെ ഒട്ടിച്ച് ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് പുറത്തു വരേണ്ട ഫലം നമ്മുടെ ഫലമല്ല ഇനി പുറപ്പെടുവിക്കേണ്ടത്. ഏതാണ് വേര്? യേശു ക്രിസ്തു എന്ന ഒരു വേരുണ്ട്. ആ വേരിൽ നിന്നുള്ളത് വേണം നിന്റെ ഫലമായി പുറത്തു വരേണ്ടത്. കർത്താവിന് മഹത്വം. സ്വാഭാവികമായ നിന്റെ സ്വഭാവത്തിൽ നിന്ന് വിരുദ്ധമായി കർത്താവ് നിന്നെ ഒട്ടിച്ച് ചേർത്തിരിക്കുക. അങ്ങനെ തന്നെ അവിടെ എഴുതിയേക്കുന്ന 24-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് നിർത്താം. 24-ാമത്തെ വാക്യം. 24-ാമത്തെ. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും എന്ന് പറഞ്ഞാൽ, അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇവിടെ വന്നു ആമേൻ മറ്റവൻ തള്ളപ്പെട്ടു എന്ന് പറയരുത്. നിൽക്കുന്നത് ദൈവകൃപയാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. സ്വാഭാവികമായ കൊമ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? അടർത്തിയെടുത്തു. സ്തോത്രം. കർത്താവിന് മഹത്വം. സ്തോത്രം. പിതൃപാരമ്പര്യ കുടുംബ ബന്ധങ്ങൾക്കകത്ത് നിന്ന് കർത്താവ് നമ്മെ അടർത്തിയെടുത്തു. അപ്പനും അമ്മയുമായി കൈമാറ്റം ചെയ്തു വരുന്ന ചില കൈമാറ്റങ്ങളുണ്ട്. അവയുടെ നടുവിൽ നിന്ന് നിന്നെ കർത്താവ് ചെത്തിയെടുത്ത് നല്ല ഒലിവിനോടുകൂടെ ചേർത്ത് ഒട്ടിച്ചു. സ്തോത്രം. നല്ല ഒലിവിനോടവൻ ചേർത്ത് ഒട്ടിച്ചു. നല്ല ഒലിവിനോടവൻ ചേർത്തൊട്ടിച്ചു. സ്തോത്രം. ഇന്ന് ഈ വൈകുന്നേരം നമ്മൾ ഇതിനകത്തിരിക്കുമ്പോൾ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റും. കാരണം ചില പാരമ്പര്യ ശാപങ്ങളെ അവൻ ഒടിച്ചു മാറ്റി. ചില പാരമ്പര്യ പാപങ്ങളെ, ചില ശാപക്കെട്ടുകളെ അവൻ നമ്മിൽ നിന്ന് അകറ്റി മാറ്റി. ആരൊക്കെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ ആ കൊമ്പുകളെ അവൻ പിതൃ പാരമ്പര്യ കൊമ്പുകളിൽ നിന്ന് അടർത്തിയെടുത്തു. ഇന്ന് പകലിൽ തിരിച്ചറിയുക. ആരെങ്കിലും ഇതിനകത്ത് കർത്താവേ, എൻ്റെ അപ്പൻ മുഖാന്തരം, എൻ്റെ അമ്മ മുഖാന്തരം, അവരുടെ കുടുംബങ്ങൾ മുഖാന്തരം, അവരുടെ ചെയ്തികൾ, കൊടുക്കലുകൾ, വാങ്ങലുകൾ മുഖാന്തരം ഞങ്ങളുടെ മേൽ പതിച്ച ഏതൊക്കെയോ ചില ശാപങ്ങൾ, ഞങ്ങളെ പിന്തുടർന്ന് വന്ന ചില ശാപങ്ങൾ, അത് ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് പകലിൽ നീ ക്രിസ്തുവിലുണ്ടെങ്കിൽ, നീ യേശുവിലുണ്ടെങ്കിൽ, നീ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ, ഇതാ ഈ വചനം ഉറപ്പു തരുന്നു, നീ ഇനി കാട്ടൊലിവിനുള്ളതല്ല. നിന്നെ അവൻ അവിടുന്ന് മുറിച്ചെടുത്തു. അവിടുത്തെ ഒരു ശാപവും ഇനി നിന്നെ യേശത്തില്ല. നിന്നെ അവൻ പുതിയ ഒലിവിനോട്, നാട്ടൊലിവിനോട് ചേർത്ത് ഒട്ടിക്കുവാനിടയായി തീർന്നു.
നിന്നെ അവൻ നാട്ടൊലിവിനോട് ചേർത്ത് ഒട്ടിക്കുവാനിടയായി തീർന്നു. ഇനി യാതൊരു ശാപവും നിന്നെ തൊടത്തില്ല. ഇനി യാതൊരു പിതൃപാരമ്പര്യ ശക്തികളും നിന്നെ തൊടത്തില്ല. വചനം പറയുന്നു, അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അതിനെ ഓർത്ത് നീ ഇനി ടെൻഷൻ അടിക്കണ്ട. ഇന്ന് പകലിൽ ഇതിന്റെ നടുവിൽ ടെൻഷൻ അടിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, അതിനെ ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ശാപങ്ങളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നൊരു ദൈവ സ്നേഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു അസുഖം വന്നാൽ നമുക്ക് ചികിത്സിക്കാൻ ഈ ലോകത്തിൽ 100 ഡോക്ടർമാരെ കിട്ടും. പൈസയ്ക്ക് ആവശ്യം വന്നാൽ ഒത്തിരി ബാങ്കുകളെ നമുക്ക് സമീപിക്കാൻ പറ്റും. എന്നാൽ നിന്നെ പിന്തുടർന്ന് വന്ന ശാപക്കെട്ടുകൾ, പാപത്തിന്റെ കെട്ടുകൾ, ഇവയിൽ നിന്ന് വിടുവിക്കാൻ ഈ ലോകത്തിലുള്ള ഒരു ശക്തികൾക്കും പറ്റത്തില്ല, ഒരു മനുഷ്യനും പറ്റത്തില്ല. എന്നാൽ വചനം പറയുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിന്റെ സകല പിതൃപാരമ്പര്യ ശാപങ്ങളെയും അവൻ നിന്നിൽ നിന്ന് എടുത്തു മാറ്റി നിന്നെ പുതിയ വ്യക്തിയാക്കി മാറ്റുവാൻ എന്റെ കർത്താവ് സർവശക്തനത്രേ. ഇന്ന് പകൽക്കാലം എത്ര അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്കാണ് നമ്മൾ ഇന്ന് പകലിൽ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. പാടുകേ, ഞാൻ യോഗ്യൻ അല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല നന്ദിയോടെ. ഒരു നിമിഷം ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ വിട്ട് എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ്